കഷ്ടകാലം വരുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് വരുമെന്നാണ്. എല്ലാവർക്കും എല്ലാ കാലവും എല്ലാവരെയും പറ്റിച്ച് ജീവിക്കാൻ പറ്റില്ലല്ലോ. അതിൻ്റെ തെളിവാണ് ഇപ്പോൾ പിണറായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ വിയർപ്പാണ് ഇപ്പോൾ. അദ്ദേഹത്തിൻ്റെ വിയർപ്പ് നിലയ്ക്കുന്നില്ല. ഒരു വല്ലാത്ത ചിന്ത അദ്ദേഹത്തെ, ഒരു ഭയപ്പാടുള്ള ഒരു ചിന്ത അദ്ദേഹത്തെ പിടികൂടിയിരിക്കുന്നു. താൻ സമ്പാദിച്ചു കൂട്ടിയതെല്ലാം കൈവിട്ടു പോകുമോ എന്നുള്ളൊരു ഭീതിദായകമായ ഒരു അവസ്ഥ. സഹസ്ര കോടികളാണ് അദ്ദേഹം സമ്പാദിച്ചു കൂട്ടിയത് എന്നാണ് ഇപ്പോൾ ഓരോന്നായി തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരും അറിയാതെ ഇക്കാലം അത്രയും മൂടിവെച്ച അതിൽ പലതും ഓരോന്നായി പലതവണ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ അടിച്ചമർത്തി ആരും അറിയാതെ, പുറലോകം അറിയാതെ വെക്കാൻ സാധിച്ചിട്ടുണ്ട് പലപ്പോഴും. എന്നാൽ ഇപ്പോൾ പെട്ടെന്നൊരു ദിനം മുഴുവനും എല്ലാം കൂടി ഒരുമിച്ച് പുറത്തേക്ക് ചാടുന്ന ഒരു സാഹചര്യമാണുള്ളത്. CMRL നിന്ന് 1,72,00,000 രൂപ എക്സാലോജിക്കിലൂടെ വീണ വിജയനിലേക്കും അതുവഴി പിണറായി വിജയനിലേക്കും എത്തുന്ന ആ ഒരൊറ്റ കേസ്, അത് മാത്യു കുഴൽനാടനാണ് മാന്തി പുറത്തിട്ടത്, അതിൻ്റെ പിന്നാലെ പോയത്. അതിന് മാത്യു കുഴൽനാടന് പലപ്പോഴായി പല രീതിയിൽ വില കൊടുക്കേണ്ടി വന്നു. പക്ഷെ അതിനെയൊക്കെ അദ്ദേഹം അതിജീവിച്ച് വരികയും ചെയ്തു. CMRLും എക്സാലോജിക്കും മുഖ്യമന്ത്രിയും ഒക്കെ ആയി ഇപ്പോൾ ബന്ധപ്പെട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഏജൻസികളെല്ലാം ഒറ്റ വാക്കിൽ ഒരേപോലെ പറയുന്ന ഒരു സംഗതിയാണ്, എക്സാലോജിക്ക് CMRL നിന്നും 1,72,00,000 രൂപ വാങ്ങി, അഥവാ മാസപ്പടി വാങ്ങി എന്നുള്ളത്. എന്നാൽ അത് CMRLിൽ നിന്ന് മാത്രമല്ല, കൂടുതൽ സ്ഥാപനങ്ങളിൽ നിന്ന്, അതും വിദേശത്ത് നിന്ന് പണം വാങ്ങാൻ കഴിയുന്നത്, സ്വദേശത്ത് നിന്ന് പണം സമാഹരിക്കാൻ കഴിയുന്നത്, കള്ളപ്പണം വെളുപ്പിക്കാൻ കഴിയുന്നത്, അത്തരത്തിൽ പണമിടപാടുകൾക്ക് സാധ്യതയുള്ള സ്ഥാപനങ്ങളിൽ നിന്നാണ് മാസപ്പടി വന്നിട്ടുള്ളത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അത്തരം സ്ഥാപനങ്ങളുടെ പേരാണ് ഇപ്പോൾ ഇടക്കാലത്തൊക്കെ ചിലതിനെയൊക്കെ മൂടി വെച്ചെങ്കിലും ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് CMRLും എക്സാലോജിക്കും തമ്മിലുള്ള ആ ഒരു പണമിടപാടാണെന്ന് മാത്രം. ഇവിടെ ഇത്തരം കമ്പനികൾ എന്തിനാണ് മുഖ്യമന്ത്രിക്ക് പണം കൊടുത്തത്? എന്തായിരുന്നു അവർ തമ്മിലുള്ള ബന്ധം? ഈ കമ്പനിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇവിടെ പണം വന്നത് എക്സാലോജിക്ക് വഴിയാണെന്ന് നമുക്കറിയാം. എക്സാലോജിക്ക് എന്നത് ഇവർ തമ്മിൽ പണമിടപാടിന് ബന്ധപ്പെടുത്താനുള്ള ഒരു സ്ഥാപനം മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മാസപ്പടിയും കോഴയും അതുപോലുള്ള മറ്റ് പണമിടപാടുകളും കൈപ്പറ്റാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള, താൽക്കാലികമായി ഉണ്ടാക്കിയ ഒരു പേപ്പർ കമ്പനി മാത്രമായിരുന്നു എക്സാലോജിക്ക് എന്ന് പറയുന്നത്. ഇവിടെ മാസപ്പടി വിവാദം പൊട്ടിപ്പുറപ്പെട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷണം വന്ന സമയത്ത് ഇനിയും ആ കമ്പനി അങ്ങനെ തുടരുന്നത് ബുദ്ധിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് പൂട്ടുകയാണ് ചെയ്തത്. ആ പൂട്ടിയതും നിയമവിരുദ്ധമായിട്ടാണ്. അത്തരത്തിൽ പല കമ്പനികളിൽ നിന്നും പണം കൈപ്പറ്റിയെങ്കിലും ക്ലിക്കായത് അല്ലെങ്കിൽ പുറത്തറിഞ്ഞു പോയത് CMRLന്റെ ഇടപാടാണ്. ഇങ്ങനെ പല കമ്പനികളിൽ നിന്നും പണം പറ്റിയെങ്കിലും പുറത്തറിഞ്ഞ് നാറി തുടങ്ങിയത് അല്ലെങ്കിൽ വലിയ വിഷയമായി തുടങ്ങിയത് CMRL എക്സാലോജിക്ക് 1,72,00,000 ഇടപാടുകളാണ്. ഇതിനിടയിൽ തട്ടിപ്പും ഇതുപോലുള്ള പണമിടപാടുകളും മാസപ്പടിയും ഒക്കെ പുറത്ത് പറയുന്നവരെ ഒതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണത കണ്ടുവന്നിരുന്നു. തങ്ങൾക്ക് എതിരാളികൾ അല്ലെങ്കിൽ തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വിളിച്ചു പറയുന്ന മുഴുവൻ ആൾക്കാരെയും, അത് CPMന്റെ ആയാലും പിണറായിയുടെ ആയാലും, വിവരങ്ങൾ പുറത്തു പറയുന്നവരെ ഒതുക്കിക്കൊണ്ടിരുന്നു. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് ഒന്ന് ഷാജിസ്കറിയയും അതുപോലെ ക്രൈം നന്ദകുമാറും അതുപോലെ മാത്യു കുഴൽനാടനും ഒക്കെ. പക്ഷെ മാത്യു കുഴൽനാടന്റെ കേസിൽ അദ്ദേഹത്തോട് ഏറ്റുമുട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ആവശ്യത്തിലധികം തെളിവുകളുണ്ട്. അതായത് ഈ ആരോപണങ്ങൾ വെറും ഒരു ആരോപണം മാത്രമല്ല, അദ്ദേഹം അതിന്റെ തെളിവുകൾ എടുത്ത് നിരത്തും. അദ്ദേഹത്തിനെതിരെ കേസിന് പോകാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ പ്രതികരിക്കാനോ കഴിയാത്ത അത്ര പ്രതിരോധം തീർക്കുന്ന വിധത്തിലാണ് പിണറായിയുടെ ഓരോ നീക്കത്തിനും മാത്യു കുഴൽനാടൻ പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ മാത്യു കുഴൽനാടനെ ഓരോ നിമിഷവും പൂട്ടാൻ ശ്രമിക്കുമ്പോഴും പിണറായി വിജയൻ കേസുകളിൽ ഓരോന്നോരോന്നായി കുടുങ്ങി വരുന്നതാണ് കണ്ടുവന്നത്. ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പുതിയ ഫോട്ടോസ്റ്റാറ്റുമായി മാത്യു കുഴൽനാടൻ SFIയെ സമീപിക്കുന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. അതായത് തെളിവുകളെല്ലാം മാത്യു കുഴൽനാടന്റെ കയ്യിൽ ഭദ്രമാണ്. അതുകൊണ്ട് തന്നെ അടിക്കാൻ ശ്രമിച്ചാൽ കൂടുതൽ കൂടുതൽ തെളിവുകൾ പുറത്തു വരും. എല്ലാ കാലവും എല്ലാം മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കാം അല്ലെങ്കിൽ അടിച്ചമർത്തി വെക്കാം എന്നൊക്കെ ശ്രമിച്ചാൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കരുതിയാൽ അത് നടക്കുന്ന കാര്യമല്ല എന്ന് പിണറായി ഇപ്പോൾ അറിഞ്ഞു തുടങ്ങുന്നു. ഇപ്പോൾ എല്ലാം ഓരോന്നായി പുറത്ത് ചാടി തുടങ്ങി. അതായത് ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ കുരുക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ പിണറായിയെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷകരായിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. ലാവ്ലിൻ കേസിലൊക്കെ നമുക്കത് കണ്ടറിയാവുന്നതാണ്. അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ഇനി ഒന്നിനും പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ അവർക്കൊക്കെ പിണറായിയെ രക്ഷിക്കാൻ സാധിക്കാതെ വരും. കാരണം വിവിധ രീതിയിലുള്ള പല പല വിധത്തിലുള്ള കേസുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. 1,72,00,000 കേസ് CMRL മുതൽ എക്സാലോജിക്ക് കടന്ന് വീണ വിജയനിൽ എത്തി നിൽക്കുന്നുവെങ്കിൽ ഇപ്പോൾ അത് അവിടവും കടന്ന് പിണറായി വിജയനിലേക്ക് എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ കേസുകൾക്ക് പിണറായി വിജയൻ ഉത്തരം പറഞ്ഞു മടുക്കും. അതായത്
ഇനിയുള്ള കാലം കേസുകൾ പറഞ്ഞ് കാലം കഴിക്കേണ്ടി വരും. അതിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് എന്നാണ് വ്യക്തമാകുന്നത്.